ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നേരത്തെ ഉള്ള അവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പൊ 2000 പുതുതായിട്ട് തുടങ്ങി റീച്ച് ഒന്നും ആവാത്ത ഒരു ചാനലിനെ സംബന്ധിച്ച് ഹെവി ടാസ്ക് ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് അറിയുന്നതിനായിട്ട് ടെക് ചാനലുകൾ കാണാനായിട്ട് തുടങ്ങും. ഇത് കണ്ടുവരുമ്പോഴത്തേക്കും അതിന്റെ താഴെ തന്നെ കമന്റ് ബോക്സിൽ ഒരുമിച്ച് മുന്നേറാം, ഒന്നിച്ച് മുന്നേറാം, പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറാം എന്നൊക്കെ പറഞ്ഞ കമന്റുകൾ കാണും. ഹലോ, വെൽക്കം ബാക്ക് ടു ട്രയംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇത്രയും ദിവസത്തെ യൂട്യൂബ് അനുഭവങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, അതായത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുവരെയും മോണിറ്റൈസേഷൻ കിട്ടാത്ത എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ഞാൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ കാരണമാണ് ഇന്നും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാതെ നിൽക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റുകൾ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് ഒരു വിവരവും ഇല്ലാതിരുന്ന സമയത്താണ് ഈ ചാനൽ തുടങ്ങുന്നത്. വെറും 10 സബ്സ്ക്രൈബേഴ്സായിട്ട് തുടങ്ങിയതാണ് എൻ്റെ ചാനൽ. ഇന്ന് 4000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിലുണ്ടെങ്കിലും ജെന്യുവനായിട്ട് വീഡിയോസ് നന്നായിട്ട് കാണുന്ന 500-ഓ 1000-ഓ അതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ചാനലിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങി ആദ്യം കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ യൂട്യൂബിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരുന്ന ഒരുപാട് ടെക് ചാനലുകളെ കുറിച്ചുള്ള പരിചയം നമുക്ക് കിട്ടും. അതിനു മുമ്പൊക്കെ നമ്മൾ ആദ്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വിചാരം ഏത് വീഡിയോ ഇട്ടാലും യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടും എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ യൂട്യൂബ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയല്ല ഈ പ്ലാറ്റ്ഫോം. ഇതിനകത്ത് ഒരു 10 വ്യൂസ് കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആൾക്കാർ ഇതിനകത്തേക്ക് കടന്നു വരികയുള്ളൂ. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം കൂട്ടുകൂടി നമ്മുടെ വീഡിയോസ് കാണുകയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരെയും പോലെ തന്നെ അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ ചുമ്മാ പാട്ട് പാടുന്ന വീഡിയോസ് അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് വ്യൂസ് എന്ന് പറയുന്നത് 10-100 വ്യൂസ് ഒക്കെ കിട്ടി. അത് അന്ന് യൂട്യൂബ് ചാനൽ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചാനൽ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമായി. അങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങി. ലോങ് വീഡിയോസ് ഒക്കെ ഇടുന്ന സമയം വ്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 10, 20, 30 ഒക്കെ ആയിരിക്കും. അതിൽ കൂടുതൽ വ്യൂസ് ഒന്നും കിട്ടൂല. ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും ഒക്കെ വ്യൂസ് കിട്ടുന്ന വീഡിയോസ് കാണുമ്പോഴത്തേക്കും എന്നായിരിക്കും നമുക്കും ഇത്തരത്തിൽ വ്യൂസ് കിട്ടുക എന്നുള്ള ചിന്തയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം എല്ലാവരും ചാനൽ തുടങ്ങി ചിന്തിക്കുന്ന കാര്യമാണ് ക്രൈറ്റീരിയ കംപ്ലീഷൻ. അഥവാ നമ്മൾ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിനകത്തേക്ക് വെക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് എനിക്ക് YT സ്റ്റുഡിയോ എന്നുള്ള ആപ്പിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വാച്ച് അവർ എന്നുള്ള ക്രൈറ്റീരിയ, ഏൺ എന്ന് പറയുന്ന ഓപ്ഷനകത്തുണ്ടെന്നും നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടാലാണ് 1 മണിക്കൂറെങ്കിലും അതിനകത്ത് കിട്ടുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ ഏൺ എന്ന് പറയുന്ന ആപ്പിനകത്ത് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയ ആണ് 3000 വാച്ച് അവേഴ്സും 1K സബ്സ്ക്രൈബേഴ്സ്. അല്ലാന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്ന ഹാഫ് മോണിറ്റൈസേഷന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 3000 വാച്ച് അവേഴ്സും 1K സബ്സ്ക്രൈബേഴ്സും. അടുത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ 4000 വാച്ച് അവേഴ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പുതുതായിട്ട് തുടങ്ങി റീച്ച് ഒന്നും ആവാത്ത ഒരു ചാനലിനെ സംബന്ധിച്ച് ഹെവി ടാസ്ക് ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 1.5 വർഷത്തോളം എടുത്തു ഞാൻ 2000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത് നമ്മുടെ വീഡിയോന്റെ പ്രത്യേകത, നമ്മുടെ വീഡിയോസ് വ്യൂവേഴ്സ് എങ്ങനെ അത് കാണുന്നു എന്നുള്ള ആ ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. നമ്മൾ YT സ്റ്റുഡിയോ തുറന്ന് അതിനകത്ത് ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ 2 വരകൾ ഇങ്ങനെ നീളത്തിൽ കാണാം. ചെറിയൊരു പൊട്ട് പോലെയായിരിക്കും ആദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഓപ്ഷനും അതുപോലെ തന്നെ അവേഴ്സിന്റെ ഓപ്ഷനും കിടക്കുക. ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൂട്ടുകാരും അങ്ങനെ ജെന്യുവൻ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വ്യൂവേഴ്സ്, നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ആൾക്കാർ
സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷനെ നമുക്ക് നിലനിൽക്കുകയുള്ളൂ. അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ഞാൻ പറഞ്ഞു വന്നത് ആ നീളമുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ വര എന്ന് പറയുന്നത് ഇങ്ങനെ ഡോട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. പക്ഷേ വാച്ച് അവേഴ്സ് അനങ്ങത്തില്ല, ചെറിയ പൊട്ടായിട്ട് തന്നെ അവിടെ നിൽക്കും. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് വീഡിയോ ഏതെങ്കിലും ഇഷ്ടമാവും, ഏതെങ്കിലും വീഡിയോ ക്ലിക്ക് ആവും. അപ്പോഴത്തേക്കും ഈ വാച്ച് അവേഴ്സും ഇങ്ങനെ കുറേശ്ശെ അനങ്ങി തുടങ്ങും. അപ്പോൾ നമ്മളെല്ലാവരും ഉദ്ദേശിക്കും പോലെ 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആണ് ആദ്യം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് അറിയുന്നതിനായിട്ട് ടെക് ചാനലുകൾ കാണാനായിട്ട് തുടങ്ങും. ഇത് കണ്ടുവരുമ്പോഴത്തേക്കും അതിന്റെ താഴെ തന്നെ കമന്റ് ബോക്സിൽ ഒരുമിച്ച് മുന്നേറാം, ഒന്നിച്ച് മുന്നേറാം, പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറാം എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ കാണും. അപ്പോൾ അവിടെ ലൈക്ക് കൊടുക്കുന്നു, എനിക്ക് സബ്സ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മളും അത്തരത്തിലുള്ള കമന്റുകൾക്ക് റിപ്ലൈ കൊടുത്തിട്ട് പരസ്പരം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബർ ക്രൈറ്റീരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടി വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളത് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിൽ നിന്നും ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് വ്യൂവേഴ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മളെ പോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി മാത്രം ചിലർ വരുന്നു, കമന്റ് ഇടുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, പോകുന്നു. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ കണ്ടാൽ മാത്രമേ നമ്മുടെ ചാനലിന് റീച്ച് കിട്ടുകയുള്ളൂ, നമ്മുടെ ചാനൽ വളരുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ചാനലിൽ ജെന്യൂൻ ആയിട്ട് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഈ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നമുക്ക് അതിന്റെ അനലിറ്റിക്സ് ഒക്കെ പരിശോധിക്കാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പെർസെന്റേജ് മാത്രമാണ്. പുറത്തു നിന്നാണ് കൂടുതൽ വ്യൂസും നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് വന്നു. അപ്പൊ നമ്മുടെ ചാനലില് ഗ്രോത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന വീഡിയോ മറ്റുള്ളവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ വളരുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് വേണം നമ്മൾ എപ്പോഴും കണ്ടന്റ് ഇടാനായിട്ട് ഉള്ളത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഷോർട്സ് വീഡിയോ, ഫണ്ണി വീഡിയോസോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഷോർട്സ് വീഡിയോ പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാനും പറയാനല്ലോ, കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ള കമന്റ് ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ പോയി ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് തമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ സമയത്ത് നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിൽ മിക്കതും നമുക്ക് സ്പാം ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ചില സമയം 800 900 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേക്ക് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് അത് 500 ഒക്കെ കാണുള്ളൂ, 300 എണ്ണമൊക്കെയാണ് ഒറ്റ അടിക്ക് സ്പാം ആയിട്ട് പോകുന്നത്. ശരിക്കും അത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. ഇതിപ്പോ എന്താ പറയാ, വീഡിയോസ് ഒക്കെ നല്ല വ്യൂസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ആണ് കുറവ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് 1000 സബ്സ്ക്രൈബർ തീർക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഷോർട്സ് വീഡിയോയുടെ കാര്യം പറഞ്ഞു വന്നത്, ഷോർട്സ് വീഡിയോ ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റിയ അടിപൊളി മാർഗം എന്ന് പറയുന്നത്. എനിക്ക് ചില ഷോർട്സ് വീഡിയോസിൽ നിന്ന് 10, 300, 400, 500 സബ്സ്ക്രൈബേഴ്സിനെ വരെ ഒരു സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 1-2 വീഡിയോസ് വൈറലായിട്ടുണ്ട് ഷോർട്സ് വീഡിയോക്കകത്ത്. ആദ്യം ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ 500, 600, 700 വ്യൂസ് ഒക്കെയാണ് പോകുന്നത്. ചില സമയങ്ങൾ അപ്രതീക്ഷിതമായിട്ട് 1K, 2K ഒക്കെ പോകും. 1K ഒക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 1000 പേരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടല്ലോ, നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം. ഷോർട്ട് വീഡിയോസിനകത്ത് സാധാരണഗതിയിൽ 1000 വ്യൂസോ 2000 വ്യൂസോ 3000 ഒക്കെ പോകുമ്പോഴത്തേക്കും വളരെ സന്തോഷമാണ്. അങ്ങനെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു വന്ന സമയം ഒരിക്കൽ ഒരു ഷോർട്സ് വീഡിയോ ഏതാണ്ട് 36K ഓടി. ഷോർട്ട് വീഡിയോ ഓടിയിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ആ സബ്സ്ക്രൈബേഴ്സിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് വ്യൂ ചെയ്യുന്ന ആൾക്കാർ അത് ജെന്യൂൻ വ്യൂവേഴ്സും ആയിരിക്കും. തീർച്ചയായിട്ടും അവർ നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ നമ്മുടെ ചാനലിൽ സമയത്ത് മോണിറ്റൈസ് ആയി കിട്ടുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഷോർട്ട് വീഡിയോ 1 ലക്ഷം വ്യൂസ് ഒക്കെ തികച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷെ അതിൽ നിന്ന് മോണിറ്റൈസേഷൻ കിട്ടിയാലും ഏൺ ചെയ്യുന്ന കാര്യമൊക്കെ പാടായിരിക്കും. പക്ഷേ ലോങ് വീഡിയോ ഓടി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമനന്റ് മോണിറ്റൈസേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പെർമനന്റ് മീൻസ് നമ്മുടെ ഈ പറഞ്ഞ വീഡിയോസ് ജെന്യൂൻ ആയിട്ടാണ് ആൾക്കാർ കാണുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ തീർച്ചയായിട്ടും വകയുണ്ട്. അപ്പോൾ ഒരു ലോങ് വീഡിയോ, ഞാൻ ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ, ഒരു ചെടിയുടെ വീഡിയോ ആണ് ഒരിക്കലും ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടു. അതിനിടയ്ക്കിട്ട ഒരു വീഡിയോ, ഒരു ലക്കി ബാമ്പുവിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓടിത്തുടങ്ങി. ഏതാണ്ട് ചാനൽ തുടങ്ങി 1 വർഷത്തിലധികമായി കേട്ടോ. ഇന്നും ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. ഞാൻ ഈ വാച്ച് അവർ
നമ്മുടെ വാച്ച് അവറിന്റെ ആ ബാർ, അതിന്റെ ആ ബ്ലൂ ഡോട്ട് ഇങ്ങനെ നീങ്ങി വരുന്ന കാര്യമാണ് പറയുന്നത്. ആ ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ആ വര കംപ്ലീറ്റ് ആവാനായിട്ട് ഒരുപാട്, ആ വര അതായത് നമ്മുടെ ബ്ലൂ ഡോട്ട് വാച്ച് അവർ ക്രൈറ്റീരിയയിലുള്ള ആ ഗ്രാഫ് കംപ്ലീറ്റ് ആവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടു, ഒരു പ്ലാന്റിന്റെ വീഡിയോ. ആ വീഡിയോ 1K കംപ്ലീറ്റ് ആയി. 1K കംപ്ലീറ്റ് ആവുന്ന ആദ്യം 1K കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആ 1K കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു. അതിൽ നിന്നും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അപ്പോൾ 1K ആയി, 2K ആയി, അങ്ങനെ അത് ഏതാണ്ട് 25-26Kയോളം ആ വീഡിയോ ഓടി. അപ്പോൾ ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ എനിക്ക് ഏതാണ്ട് 1100 മണിക്കൂർ വരെ ജെന്യൂൻ ആയിട്ട് കിട്ടി. അപ്പോൾ അതിനുശേഷം അപ്ലോഡ് ചെയ്ത 1-2 വീഡിയോസൊക്കെ അത്യാവശ്യം 5K 6K ഒക്കെ ഓടി. അങ്ങനെ 2500-2600 മണിക്കൂർ വരെ ആയ സമയത്ത് പിന്നെ കുറച്ച് ദിവസം എനിക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ കുറച്ച് ബാക്കിലോട്ടായി. അങ്ങനെ ആ 2600 എന്ന് പറയുന്ന വാച്ച് അവർ കംപ്ലീറ്റ് ആയി നിന്ന് നേരെ പതുക്കെ കുറഞ്ഞു വന്ന് 5 വെച്ച് 10 വെച്ച് കുറഞ്ഞ് 2500 2450 എത്തി അങ്ങ് നിന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇത് 365 ദിവസമാണ് ഈ ലോങ് വീഡിയോസ്, ഈ വാച്ച് അവേഴ്സ് കംപ്ലീഷൻ ആയിട്ട്, അത് എന്താ പറയുന്നത്, അവേഴ്സ് കംപ്ലീഷൻ, അതിന്റെ കാൽക്കുലേഷൻ എടുക്കുന്നത് 365 ദിവസം. അതായത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നേരത്തെ ഉള്ള അവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പൊ 2025 ആയപ്പോഴത്തേക്കും നേരെ 2300 വന്നു വാച്ച് അവർ. വീഡിയോ ഞാൻ ഇടയ്ക്ക് നിർത്തി വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. 2500 മുകളിലൊക്കെ ഓക്കെ കൊണ്ടുപോയതാണ്. വീണ്ടും 2025 ആകുമ്പോഴത്തേക്കും 2300 താഴെ വന്നു. വീണ്ടും ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 2500 2600 കഴിഞ്ഞ് 3000 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിലെ ഹാഫ് മോണിറ്റൈസേഷൻ ഓൺ ആവും. അതിനുശേഷം മാത്രമേ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താലേ ഫുൾ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമ്മൾ ജെന്യൂൻ ആയിട്ട് നല്ല വീഡിയോസ് ഇട്ട് ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ തന്നെ നേടിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട്. ആരും നിരാശപ്പെടരുത്. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ കിട്ടും. നിങ്ങളുടെ ചാനലിൽ വ്യൂ ഉണ്ടാവും, അതിന് ഒരു സംശയവും വേണ്ട. നമ്മൾ ഇടുന്ന വീഡിയോസ് നല്ല ക്വാളിറ്റിയിൽ, നല്ല രീതിയിൽ, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യമാണ് പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങുക. ഇപ്പം ഫേസ്ബുക്ക് എടുത്തായാലും യൂട്യൂബ് ചാനൽ എടുത്താലും അതിലെല്ലാം ഇഷ്ടംപോലെ പരസ്യമുണ്ട്. നിങ്ങൾ ഇത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ തരാം, ഇത്ര വ്യൂസ് തരാം. ഇതൊന്നും അധിക കാലം നിലനിൽക്കില്ല. വളരെ കുറച്ച് സമയം നമ്മൾ ഓക്കെ ഹാപ്പി ആയിട്ട് ചിലപ്പോൾ മോണിറ്റൈസേഷൻ ഒക്കെ ആക്കി തരും. 5-6 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. മീൻസ് ഒരു അനക്കവും ഇല്ലാത്ത രീതിയിൽ ചാനലിൽ നിന്നും നല്ല വ്യൂസ് പോലും കിട്ടാത്ത രീതിയിൽ ആയി മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്വയം കഷ്ടപ്പെട്ട് തന്നെ നമ്മുടെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സിനെ ഏൺ ചെയ്യുക. അത്തരത്തിൽ നമ്മൾ ചാനൽ മുമ്പോട്ട് വിടാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, ഒരിക്കലും ഒരു വീഡിയോയുടെ താഴെ ചെന്നിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം, എൻ്റെ ചാനൽ സബ് ചെയ്യുമോ, അങ്ങനെയൊന്നും ഒരിക്കലും കമൻ്റ് ഇട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സിനെ നേടാനായിട്ട് ശ്രമിക്കരുത്. ആ തരത്തിലുള്ള കമൻ്റ് ഇടുന്ന ചാനലുകൾ, അത്തരത്തിൽ കമൻറ്റുകൾ പോലും സ്പാമായിട്ട് മാറുകയും നമുക്ക് ഉപയോഗമില്ലാത്ത രീതിയിലാവുകയും ചെയ്യും. യൂട്യൂബ് ഓരോ ദിവസവും പുതിയ പോളിസികൾ, മുമ്പൊക്കെ ഓരോ വർഷത്തിലൊരിക്കൽ മാസത്തിലൊക്കെ വന്നുകൊണ്ടിരുന്ന പുതിയ പോളിസി ചേഞ്ചുകൾ, ഇപ്പോൾ യൂട്യൂബ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഇടയ്ക്ക് പോളിസിയിലൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. 2025 തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ചാനൽ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിനായിട്ട് എല്ലാവർക്കും സഞ്ചരിക്കാം. ജസ്റ്റ് എനിക്ക് സംഭവിച്ച ഈ ഒരു തെറ്റ്, അതായത് ഈ പറഞ്ഞ രീതിയിൽ വീഡിയോസ് നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും അല്ലെ വാച്ച് അവർ കൂട്ടാനുള്ള അതിയായ ആഗ്രഹം കാരണം താഴെ പോയി ഇന്ന് കമൻറ്റ് ചെയ്തിട്ട് പരസ്പരം സഹായിക്കാമെന്നുള്ള ആ ഒരു കമൻ്റൊക്കെ ഇട്ട് സബ്സ്ക്രൈബേഴ്സിനെ പിടിക്കുന്ന ആ ഒരു തെറ്റ് നിങ്ങൾ ആരും ആവർത്തിക്കരുത്. പുതിയ യൂട്യൂബേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചാനൽ വളർത്തിയെടുക്കാൻ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നല്ല വീഡിയോസ് ഇടുക. അത് കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും എന്നും നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പോർട്രേറ്റ് വീഡിയോയിൽ നമ്മൾ ലോങ് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിരുന്ന വീഡിയോസൊക്കെ ഇടയ്ക്ക് വെച്ച് 2 മിനിറ്റ് വരെയുള്ള വീഡിയോസൊക്കെ യൂട്യൂബ് ഷോർട്സ് ആക്കി മാറ്റി. അങ്ങനെയും കുറേ വാച്ച് അവേഴ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 1.5-2 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ്
പോർട്രേറ്റ് മോഡിലൊക്കെ 22K ഒക്കെ അടിച്ച വീഡിയോസ് ഉണ്ടായിരുന്നു. അതിന്റെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് പോയി. അങ്ങനെയൊക്കെയാണ് 2025 ആയപ്പോഴത്തേക്കും നമ്മുടെ വാച്ച് അവേഴ്സ് കുത്തനെ താഴേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡൽ വീഡിയോ ഇടുന്നവർ ഒരു 7-8 മിനിറ്റ് എങ്കിലുള്ള വീഡിയോസ് ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇടുന്നത് വെറുതെ ആയി പോകും. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഏതെങ്കിലും നല്ല 1-2 ടെക് ചാനലുകളൊക്കെ എപ്പോഴും ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ സാധാരണ ഫോളോ ചെയ്യുന്നത് AVS യൂട്യൂബ് ടിപ്സ്, J4 ടെക്, ഈ പറഞ്ഞ ടെക് ചാനലുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ചാനലുകളാണ്, ടെക് ചാനലുകളാണ്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനൊക്കെ റിപ്ലൈ നമുക്ക് തരുന്ന ചാനലുകളാണ്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ടെക് ചാനലുകളൊക്കെ ഈ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് അതിൽ തന്നെ കമന്റ് ഒക്കെ ചോദിച്ച് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഈ ചാനലുകളൊക്കെ, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ടെക് ചാനലുകളൊക്കെ, നല്ല ചാനലുകളൊക്കെ ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. അതുപോലെ തന്നെ എല്ലാ പോളിസികളും നമുക്ക് നേരത്തെ തന്നെ ഇവരിൽ നിന്ന് മനസ്സിലാക്കുന്നതിനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, നമുക്ക് ശരിക്കും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പഠിപ്പിച്ചു തരാനായിട്ടൊക്കെ ഒരുപാട് ടെക് ചാനലുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. 1-2 ചാനലുകൾ വളരെ ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ടെക് ചാനലുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയത്തിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ട്രൈംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.